എന്താ? ഈ അനീഷ്. ആ അതെ ഞാനാ. ഈ 7736655901 തന്റെ നമ്പർ അല്ലേ? ആ എൻ്റെ നമ്പറാ. ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് ആര് ഓർഡർ ചെയ്തതാ? എന്താ ആരാ മോനെ ഇത്? ഒന്നുമില്ലമ്മേ, പഴയ ഫ്രണ്ട്സാ. കുറച്ച് നാളായി കണ്ടിട്ട്. ബാ പാടെ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ബാ. നീ ഇത് എവിട്ടായിരുന്നു? വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. നമുക്ക് സംസാരിക്കാം, അവിടെ പോയി സംസാരിക്കാം. മലരെ, നീ ഏതാണോ എന്താണോ എനിക്കറിയില്ല, അവളായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. ലേട്ടങ്ങേറ് പണിക്കാണ് ഇവിടെ വന്നെങ്കിൽ അനീഷെ പറ്റി ചോദിച്ചായി നീ എന്റെ വീടായി പോയില്ല അടിച്ച് ഞാൻ. ഞാനല്ല ചേട്ടാ ചെയ്ത്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അപ്ലോഡ് ചെയ്ത ഫോട്ടോ? എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്ത് കിട്ടിയതാ. ഏത് ഗ്രൂപ്പ്? ഇട്ടത് ഞാനാ, പക്ഷെ വേറൊരു പേജിൽ കോപ്പി ചെയ്ത് ഞാനിട്ട് എന്റെ ബിസിനസിന് വേണ്ടി. എന്ത് ബിസിനസ് പറ. ഇനി പറഞ്ഞോ. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നല്ല ക്ലയൻസും ഉണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് നല്ല പെമ്പിള്ളേരും ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആയിരുന്നാലേ എൻ്റെ ബിസിനസ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടത്. നിനക്കത് ഏത് പേജിൽ നിന്ന് കിട്ടിയ? നടികൾ വെടികൾ. നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതറിഞ്ഞോണ്ടെ പോയി അവനെ തല്ലാൻ നീ ആരാണ്? ഗുണ്ടയോ? ഡീറ്റെയിൽസ് എടുത്ത് തന്നാ എന്നെ വേണം ആദ്യം അടിക്കാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേട്ടനീ പറയുന്നത്? അവനൊക്കെ രണ്ടെണ്ണം കിട്ടിയാലേ പഠിക്കുള്ളൂ. കേട്ടോ, അതിനാണ് ഇവിടെ പോലീസ് ഉള്ളത്. അവൻ നിന്റെ പേര് കൊണ്ടൊരു കേസ് കൊടുത്തിരുന്ന നീ എന്ത് ചെയ്തേനെ? പോലീസ് സ്റ്റേഷൻ, കോടതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കയറി ഇറങ്ങി നടക്കണ്ടേ? ആരുണ്ട് ഇതിനൊക്കെ കൂടെ? ചേട്ടൻ എന്താ മനസ്സിലാക്കാത്തെ? ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ജീവിതത്തിൽ സന്തോഷം എന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിലായി. എടാ, ഞാൻ പറഞ്ഞതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, നാളെ ആ സക്രിയെ പോയി നേരിട്ട് കാണാം. അത് വേണ്ട. അങ്ങനെ കഴിഞ്ഞാൽ അവളറിയും. പോലീസ് കംപ്ലൈന്റ് ഒന്നും വേണ്ട. എടാ, ഒഫീഷ്യലി അല്ല, അതല്ലാതെ നേരിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. വേറെ എന്തെങ്കിലും വഴിയുണ്ട് അയാൾ പറഞ്ഞു തരുമല്ലോ. ചായകുടി. ആ മോളെ, നിന്റെ കണ്ണുമുഖം എന്താടി വീങ്ങിയിരിക്കുന്നേ? നീ ഒന്ന് കരയായിരുന്നോ? ഇല്ല അമ്മേ, എനിക്ക് ക്ഷീണമുണ്ട്. ഈ സമയത്തെ മരുന്ന് മാത്രം കഴിച്ചാ പോരാ, നല്ല പോലെ ഭക്ഷണം കഴിക്കണം. മോള് വിനോദിനോട് പറഞ്ഞിട്ട് 2 ആഴ്ച ഇവിടെ വന്നിട്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അമ്മേ, ഒരു പ്രശ്നമില്ല. അമ്മ ദേ വിനോദേട്ടൻ വന്നു. ഞാൻ ഭക്ഷണം എടുത്തു കൊടുക്കട്ടെ, പിന്നെ വിളിക്കാം. ഇതെന്താ ഇരുന്ന് കളഞ്ഞേ? വാ, ഞാൻ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, എന്നാ കഴിക്കാം. ഇല്ല, ഞാൻ കഴിച്ചു. കഴിച്ചോ? ജോയിച്ചതിൻ്റെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് കഴിച്ചു. ഒന്ന് വിളിച്ച് പറയായിരുന്നു. ഒരു കാര്യം ചെയ്ത് നീ കഴിച്ചോ, എന്നിട്ട് കിടന്നു. എനിക്കൊന്ന് 2 കോൾ ചെയ്യാനുണ്ട്.
നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വെച്ച് കേസെടുത്തുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ കേസ് എടുത്താൽ തന്നെ ഇത് എവിടെ വരെ പോവാൻ? അല്ല സാർ, അപ്പൊ ഇതിനെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് വേണമെങ്കിൽ ആ പേജ് റിമൂവ് ചെയ്യാം. പക്ഷെ വിത്തിൻ 24 hours അവർ അതേ പേജ് വേറൊരു ഡൊമൈൻ വെച്ച് അപ്ലോഡ് ചെയ്യും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇതൊക്കെയാണ്. പൂർണ്ണമായൊരു തുടച്ചു നീക്കം സാധ്യമല്ല. ഇങ്ങനെയുള്ള 100,000 കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സൈബർ സെല്ലിനെ സംബന്ധിച്ച് ഇറ്റ്സ് ജസ്റ്റ് എ കോമൺ തിങ്. എനിക്ക് അങ്ങനെയല്ല സാർ. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. 3 വർഷത്തെ കാത്തിരിപ്പാണ് സാർ. അവളിതുവരെ ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഗുഡ്. നിങ്ങളൊക്കെ അല്ലേ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ നടന്ന സൂയിസൈഡ് ഇല്ലേ, അതും ഇതുപോലൊരു കേസായിരുന്നു. പക്ഷെ ആ കുട്ടിയെ അന്ന് ആരും സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ ഈ കേസ്, അതെന്നാൽ കഴിയുന്ന വിധം ഞാൻ അന്വേഷിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വിനോദ്, ഇതിന് പിന്നിൽ നിങ്ങളെ നന്നായി അറിയാവുന്ന ഒരാളാണ്. ഒരു സംശയവും വേണ്ട.
ഇതെന്താ ഉറങ്ങുന്നില്ലേ? ഇല്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. ഈ പാതിരാത്രിക്കോ? ഓഫീസിൽ കുറച്ച് അർജന്റ് കാര്യമുണ്ടായിരുന്നു. ഉം. ഹലോ, അക്കൗണ്ട് നമ്പർ അയക്കട്ടെ? പണം തരും നേരിൽ. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. എല്ലാവരും വിശ്വാസമല്ലേ? എവിടെ വരണം? ലീല റെസിഡൻസി, എറണാകുളം നോർത്ത്, റൂം നമ്പർ 105, നാളെ രാവിലെ 10 മണിക്ക്. ആ ഫോട്ടോയിലുള്ള കുട്ടി തന്നെ വേണം. അതൊക്കെ ശരിയാക്കാന്നേ. ആദ്യം ക്യാഷ് ഉണ്ടോ? ഉം. ഓക്കെ. വെൽക്കം സർ. റൂമാണോ സാർ? അല്ല, റൂം നമ്പർ 105. ഫസ്റ്റ് ഫ്ലോർ റൈറ്റ്. എന്താ? ബിപിൻ ബിനോയ് എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. ഏത് ബിപിൻ ബിനോയ്? ഇവിടെ അങ്ങനെ ഒരാളില്ല. നിങ്ങൾക്ക് റൂം മാറിപ്പോയതാ? സാറേ, വിനോദല്ലേ? ആ, വാ. സാറേ, റൂം 105 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫാമിലി ആയിരുന്നു. നിങ്ങൾ ആരാന്നൊക്കെ അറിയണ്ടേ? അല്ല, പോലീസോ മറ്റോ ആണോ എന്ന്. ഇതാണ് കറക്റ്റ് റൂം. റെയ്ഡൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ടേ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സേഫാ. എല്ലാം സേഫായി ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. സാറ് കെട്ടിയതല്ലേ? ഉം. ഒന്നിലും അങ്ങോട്ട് തൃപ്തനല്ല, ഒന്നിലും അല്ലേ? സാറിന് ഏത് ടൈപ്പാണ് വേണ്ടത്? തമിഴ് വേണോ? ഹിന്ദി വേണോ? കറുത്തത് വേണോ? വെളുത്തത് വേണോ? എല്ലാം റെഡിയാ മോളി. സാറിന് പുറത്തോണ്ടോ? ഉണ്ടോ? ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറിന് ഇഷ്ടം പോലെ. ആ, അല്ല, ആ ഫോട്ടോ കണ്ട കുട്ടിയില്ലേ? അതൊക്കെ ചീള് കേസല്ലേന്നേ സാറേ. അതിലും നല്ല കിടലം പീസ് നമ്മുടെ വേറെ ഉണ്ട്. ആ, പിന്നെ ക്യാഷിന്റെ കാര്യം എങ്ങനെയാ സാറേ? ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആയിട്ടാണോ? സാർ